കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴണം. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ ഭക്തരെ കാത്തിരിക്കണമെന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. കുറച്ച് കാലത്തൊന്നും ഇങ്ങോട്ട് നല്ല തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ആ വെങ്കല പ്രതിമ, ഗരുഡൻ്റെ വെങ്കല പ്രതിമയൊക്കെ ഒന്ന് കണ്ട് നമുക്കിങ്ങനെ പോരാം. അങ്ങനെ വരുമ്പോൾ ആ തീരമ്പലത്തിൻ്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടുള്ള വിളക്ക് കാണാം. അങ്ങനെ വലിയ പുതിയ ഗോപുരം കാണാം. അതിൻ്റെ രണ്ട് സൈഡിലുള്ള ഓരോ വിഗ്രഹങ്ങളും കണ്ടിങ്ങനെ വരാം. അങ്ങനെ വന്ന് നമ്മൾ നേരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തുള്ള അത്തിമര ഗണപതിയെ ഒന്ന് പോയി കണ്ട് തൊഴാം. അവിടെ തിരക്കൊന്നുമില്ല, സുഖമായിട്ട് ദർശിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വന്ന് നേരെ വരുമ്പോൾ നമുക്ക് ആ കേശവൻ്റെ രണ്ട് കൊമ്പും കാണാം. അതേപോലെ അതിൻ്റെ നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ ഒന്ന് വന്ദിച്ച് നമ്മളിങ്ങനെ ആ വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിനെ ആ പീഠം കാണാം. മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. വലതേ സൈഡിലുള്ള ആ തൂണൊന്ന് നോക്കിയിട്ട് തൊഴാം. ആദ്യം കാണുന്ന തൂണ് നരസിംഹാവതാര തൂണൊന്ന് കണ്ട് നോക്കി തൊഴാം. പിന്നീട് നമ്മളിങ്ങനെ ശ്രീലകത്തേക്ക് നോക്കുക. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമായിട്ടാണല്ലോ. അടിയിലൊരു ഉരുൾ കാണാണ്ട്. ഉരുളിങ്ങനെ കാണാണ്ട് എന്ന് മാത്രമല്ല, കളഭം കൊണ്ട് ചാർത്തിയ ഉരുള. അതിൻ്റെ മുകളിലതാ പൊന്തളകളിട്ട രണ്ട് കാലുകൾ കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ മുകളിലേക്ക് അങ്ങനെ ഉരുളിൻ്റെ മുകളിൽ കയറിക്കുക കേട്ടോ ആൾ. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ പട്ടൊക്കെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരമണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അരമണിക്ക് ഇങ്ങനെയൊക്കെ ചാർത്തിയിട്ടുണ്ട്. മാറിലൊരു മാങ്ങാമാല കാണാണ്ട്, ഒരു വളയം പോലത്തെ മാല ഉണ്ട്. പിന്നെ ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്. ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കൈവളകൾ കാണാണ്ട്. കൈവളകൾ കാണുമ്പോൾ എന്താ ഉറി കാണാണ്ട്. ഉറിയിൽ നിന്ന് വെണ്ണ എടുക്കുക കേട്ടോ. വെണ്ണ വാരിപ്പോക്കി കഴിക്കുകയാണ്. ആ വായിലൊക്കെ വെണ്ണ അങ്ങനെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോഴേ ആ ഒരു ഇതില്ലേ, അതായത് പെട്ടെന്ന് വെണ്ണ എടുക്കുന്ന ആ ഒരു ഭാവം, ആ ഒരു ഭാവത്തിലുള്ള മാതിരിയാണ്. നമ്മളെ പെട്ടെന്ന് കണ്ടപ്പോൾ അതേമാതിരിയുള്ളൊരു ഭാവത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ഭക്തരെ കാണുന്നതല്ല. എനിക്ക് തോന്നുന്നു അമ്മയെ കണ്ടിട്ടുണ്ടാവും. അമ്മ കാണാതെ ആ ഉരുളിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഉറിയിൽ നിന്ന് വെണ്ണ എടുക്കാനുള്ള ഭാവമാണെന്ന്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചാർത്ത്. അങ്ങനെ തോൾവളകൾ കാണാണ്ട് അങ്ങനെ പീലി തിരുമുടിനെ കെട്ടിയിട്ടുണ്ട്. തിരുമുടിമാലകളൊക്കെ ഉണ്ട്. രണ്ട് തിരുമുടിമാലകളാണ്. പിന്നെ വലിയൊരു മാല, ഉണ്ടമാല ഉണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ള ഉണ്ടമാല. അതിങ്ങനെ കാണാണ്ട് നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. അലങ്കാരം എന്ന് പറഞ്ഞാൽ നല്ല അലങ്കാരം. ദാമോദരനല്ല, ഉരുളി കെട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല കാഴ്ചയാണ്. അങ്ങനെ നമ്മളത് കണ്ട് തൊഴുകയാണ്. അങ്ങനെ കണ്ട് തൊഴുത് നേരെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ സോപാനപ്പടിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആദ്യത്തെ അഗ്നികോണിലേക്കൊന്ന് നോക്കിയിട്ട് തൊഴുക. ആ തടപ്പള്ളി നോക്കി തൊഴുക. അതേപോലെ ശ്രീകോവിലിൻ്റെ ചുവരിലുള്ള ആലിലെ കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ അങ്ങനെ ഇതൊക്കെ ചാർത്തിയിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. ആളും വളരെ സുന്ദരനായിട്ടാണ്. പക്ഷെ നല്ല ഇതുണ്ട്, എന്താ പറയുക, അർച്ചനപ്പൂക്കൾ ധാരാളമുണ്ട്. അത് നല്ല കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ വിഘ്നേശ്വരനെ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് സരസ്വതി ദേവിനെ കാണുക. അവിടെയുണ്ട് 3 മാലകളുണ്ട് ആ ഫോട്ടോൻ്റെ മുകളിൽ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കണ്ട് തൊഴുത് ആ കോർണറിലുള്ള ഗണേശനെയും കണ്ട് തൊഴുത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം മേൽശാന്തിൻ്റെ അവിടെ വരിക. അവിടുന്ന് അർച്ചനപ്രസാദം വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് കൊട്ടക്കുഴി ഭവതാസ്വദിക്കനാണ്. നന്നായിട്ടുള്ള അലങ്കാരമാണ്. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ വാമനാവതാരം കാണാം. ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ ഒരു ഇത് കാണാം. അതേപോലെ
ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. അങ്ങനെ നേരെ നമ്മൾ ഒരു അനന്തപത്മനാഭസ്വാമിയെ കാണുക. അവിടെ നിറയെ പൂക്കളുണ്ട്. താമരപ്പൂവും തെച്ചിയും തുളസിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിറച്ചുണ്ട്. തുളസിമാലകൾ ധാരാളമുണ്ട്. അവിടെ തൊഴുത് പിന്നെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കരിച്ചതിന് ശേഷം നേരെ വീണ്ടും അതിന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. പിന്നെ കണ്ണനെ കാണാം, പിന്നെ മുരുകനെ കാണാം. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒരു വെറ്റിലമാല മാത്രം കിട്ടും, കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് കുറച്ചിങ്ങനെ പടിഞ്ഞാട്ട് മാറിയിട്ട് നോക്കിയാൽ ആ ചുമരിലുള്ള താമരക്കണ്ണനെ, ആ കൽപ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി തരാനായിട്ട് അവിടെ പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ നേരെ ആ മണിക്കിണർ നോക്കി തൊഴാം ഗ്രില്ലിന് അവിടെ വന്നിട്ട്. പിന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടന്നാൽ നൃത്താറയെന്ന് കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് ആ കിടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്, കണ്ട് തൊഴാം. പിന്നീട് കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് പുറത്തേക്ക് വടക്കേ നടയിലൂടെ പുറത്ത് വരാം. അങ്ങനെ വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങി കണ്ട് തൊഴുത് നേരെ ഭഗവാന്റെ അവിടുന്ന് അതൊക്കെ പ്രസാദമൊക്കെ വാങ്ങി എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. നമ്മുടെ അവിടെ ചെല്ലുമ്പോഴെന്താ, അവിടെ കുറച്ച് ആളുകളേ ഉള്ളൂ. പക്ഷേ എന്നാലും തിരക്ക്, അവിടുന്ന് ആരും മാറുന്നില്ല. എന്നാലും നമുക്ക് അതിനെ പോയിട്ട് തൊഴാം. അവിടെ പോയി നോക്കുമ്പോൾ എന്താ, നിറയെ താമരപ്പൂക്കൾ കൊണ്ടൊക്കെയാണ് അലങ്കാരം എന്ന് പറഞ്ഞാൽ അർച്ചന അങ്ങനെ ചെയ്തുകൊണ്ട് നിറച്ചുണ്ട്. എന്താ പറയുക, പട്ട് സാരി ഒന്നും കാണാനില്ല, അത്രയ്ക്കും പൂക്കൾ കൊണ്ട് അർച്ചന കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കഴുത്തിൽ നല്ല ആ ഒരു പഴയ കാശുമാല അങ്ങനത്തെ വേറെ, പിന്നെ ഒരു വലിയ പതക്കം പോലത്തെ മാല, കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ടിട്ട് നല്ല രസമായിട്ടാണ് അമ്മ കാത്തിരിക്കുന്നത് ഭക്തരെ എല്ലാവരെയും കാത്ത് അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് കഴിഞ്ഞ് അമ്മയെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയ തിരിഞ്ഞ് നിന്നിട്ട് അപ്പൻ്റെ അമ്മയുടെയൊക്കെ ഫോട്ടോ കാണാം. അപ്പോൾ അങ്ങനെ നോക്കി മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതിനുശേഷം നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരുന്നു. അവിടെ നല്ല തിരക്കാണ്, ആളുകളൊക്കെ അവിടെ തൊഴാൻ കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് വേറെ ദർശനമൊന്നും ഇല്ലല്ലോ, ടോക്കനും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ നെയ്വിളക്കും ജനറൽ ദർശനം മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റുള്ളവരൊക്കെ അതിനെ വന്നിട്ട് തൊഴാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഉരുളിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന നമ്മളെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം. അതിനുശേഷം അവിടെ നിന്ന് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അപ്പോൾ കിടാവിളക്ക് കാണാം, അവിടെയും വന്ന് നമസ്കരിക്കുക. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ തന്നെ രസം, വളരെ രസമാണ്. ഇപ്പോൾ അയ്യപ്പസ്വാമി എന്നും കണ്ണനായിട്ടാട്ടോ അനുഗ്രഹിക്കാനായിട്ട് തന്നെ കാത്തിരിക്കുന്നത്. ഭക്തരെ അനുഗ്രഹിക്കാൻ കണ്ണൻ്റെ രൂപത്തിലാണ് അയ്യപ്പസ്വാമി കാത്തിരിക്കുന്നത്. അത്രയ്ക്കും പറഞ്ഞാൽ പോരെ. ആ പീലിയൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ ശരിക്ക് ഉണ്ണിക്കണ്ണൻ പീലി വയ്ക്കുന്ന പോലെയാണ് എനിക്ക് തോന്നണേ. ഉണ്ണിക്കണ്ണൻ്റെ ചൈതന്യം അവിടേക്ക് എത്തിയണമെന്നാണ് തോന്നുന്നത്. അയ്യപ്പൻ്റെ കൂടെ ഇരുന്ന് രണ്ടാളും കൂടി ഇപ്പോൾ ഉണ്ണിക്കണ്ണനായിന്ന് തോന്നുന്നു. അയ്യപ്പസ്വാമി മാറിയിട്ട് ഇപ്പോൾ ഉണ്ണിക്കണ്ണനായിന്ന് തോന്നുന്നു. എന്തായാലും നല്ല രസം. ആ ഓടക്കുഴലൊക്കെ ഇങ്ങനെ മടിയിൽ വെച്ചിട്ടുണ്ട്, നല്ല രസമായിട്ടുള്ളത്. അവിടെയുണ്ട് കേട്ടോ ധാരാളം അർച്ചനപ്പൂക്കൾ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് പ്രദക്ഷിണം കഴിഞ്ഞ് നമ്മൾ പുറകുവശത്തെത്തിയിട്ട് ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. കുറച്ചും കൂടി പുറത്തേക്ക് ഇങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് ഗരുഡധ്വജനെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് ഇനി ആ കുളത്തെ രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം ഇങ്ങനെ വന്ന് നാരായണാലയത്തിൽ വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച്
ആ പൂന്താനം പൂശിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വന്ന് ഭഗവതി നടയിൽ വന്ന് തൊഴുതു. വീണ്ടും നമ്മൾ കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കുമ്പോൾ ആ വെളിച്ചം ഇങ്ങനെ കാണാം. എന്നിട്ട് നമ്മൾ തെക്കേ നടയിലേക്ക് നോക്കുമ്പോൾ ആ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും സാന്നിധ്യമുള്ള കൂവളത്തിനെ കാണാം. അപ്പോൾ ആ കൂവളത്തിൻ്റെ അവിടെ ചെന്ന് ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. മനസ്സിൽ മഹാദേവനെയും പാർവതി ദേവിനെയും വിചാരിച്ച് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ ഒരു അനുഗ്രഹം നമ്മൾക്ക് എത്തും. അപ്പോൾ നമ്മളങ്ങനെ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരം കണ്ടു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അപ്പോൾ നമുക്കിനി ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗം, അതാണ് സത്തായ ഭാഗം, അത് പറയാം. പൂർവ്വജന്മത്തിലെ വില്വമംഗലത്തിൻ്റെ കാര്യം പറഞ്ഞു. ചിന്താമണിയിൽ ആകൃഷ്ടനായിട്ട് അവിടെ പോയ രാത്രി പേരാറ് മഴയത്ത് പോയി, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി നോക്കുമ്പോൾ വില്വമംഗലം അന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമായല്ലോ. അപ്പോൾ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അങ്ങനെ അകത്ത് കൊണ്ടുപോയി ക്ഷീണമൊക്കെ അകറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതായത് അപ്പോഴാണ് ആ സാളഗ്രാമം കണ്ടു. വില്വമംഗലം അതായത് ചിന്താമണി വളരെ ഭക്തയാണ്, തികഞ്ഞ ഭക്തയാണ്. അപ്പോൾ അമ്മയുടെ ആ ഒരു പൂജാ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു സാളഗ്രാമം കണ്ടു. പക്ഷേ സാളഗ്രാമം കണ്ടു നോക്കുമ്പോൾ അതിങ്ങനെ എടുത്ത് നോക്കിയിട്ട് നോക്കുമ്പോഴേ അതിങ്ങനെ ഉണ്ണിക്കണ്ണൻ ബാലഗോപാലനായിട്ടാണ് വില്വമംഗലത്തിൽ കാണുന്നത്. അപ്പോഴാണ് ചിന്താമണി പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരുന്നത്. സ്വാമി, എന്നെക്കുറിച്ചുള്ള അവിടുത്തെ ചിന്ത ഭഗവാനിലേക്ക് തിരിച്ചു വിട്ടിരുന്നെങ്കിൽ നമുക്ക് മോക്ഷം കിട്ടുമായിരുന്നല്ലോ. അങ്ങയുടെ ഈ സുഹൃത ജന്മം വെറും ഭോഗാസക്തിക്ക് വേണ്ടിയിട്ട് പാഴാക്കി കളയരുത് എന്നുള്ള ആ വാക്കുകൾ ഒരശരീരി പോലെ വില്വമംഗലത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ ആത്മാവ് അതിങ്ങനെ അറിഞ്ഞു. അപ്പോൾ എന്താ ഉണ്ടായ വെച്ചാൽ ഏകാഗ്രചിത്തനായിട്ട് ആ സാളഗ്രാമത്തിലേക്ക് മാത്രം നോക്കി മിഴുന്നിട്ടിരുന്നപ്പോഴാണ് ആ ഒരു ബാലഗോപാലൻ്റെ മഞ്ഞപ്പട്ടുടയാട ധരിച്ച് പീലിത്തിരുമുടിക്കെട്ടും കയ്യിൽ കൊച്ചോടക്കുഴലുമായിട്ട് പുഞ്ചിരി തൂകി നിൽക്കുന്ന ബാലഗോപാലൻ്റെ രൂപം കണ്ടത്. കണ്ണാ, വില്വമംഗല മാതൃപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. തലയുയർത്തി നോക്കുമ്പോഴേക്കും ഭഗവാൻ രൂപം മാഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ഭഗവത് ദർശനം കൊണ്ട് പുണ്യം നേടിയ വില്വമംഗലം അതിന് കാരണക്കാരിയായ പ്രിയതമയെ ഗാഠമായിട്ട് ആലിംഗനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് ആത്മഹർഷത്തിൻ്റെ നീരുറവ വളരെ ഭക്തിയോടെ പ്രവഹിക്കാൻ തുടങ്ങി. ഭക്തിസാന്ദ്രമായ വരികൾ കേട്ടപ്പോൾ പെട്ടെന്ന് ആ ഒരു ചിന്താമണിക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാനുള്ള ഒരു എന്താ പറയുക, ഭഗവാന്റെ ഓരോ കൽപ്പനകൾ എന്ന് പറഞ്ഞ മാതിരി എഴുതിയെടുക്കാൻ തോന്നി. പെട്ടെന്ന് എഴുത്തോലയിൽ പകർത്തി കൊടുത്തു. അങ്ങനെ ഭക്തിസാന്ദ്രമായ വരികൾ ഇങ്ങനെ വന്നു. അങ്ങനെ കിഴക്ക് ചക്രവാളത്തിൽ പുലരി വരുന്നത് വരെയും ആ ശ്രീ വില്വമംഗലം സ്വാമിയാർ അങ്ങനെ എന്താ പറയുക പാടിക്കൊണ്ടേയിരുന്നു. ആ പാടിക്കൊണ്ടിരുന്ന ആ പാട്ടിൻ്റെ പേര് ശ്രീകൃഷ്ണ കർണാമൃതം എന്നാണ്. അതാണ് അതായത് ഇങ്ങനെയൊക്കെ ആ ഒരു മനസ്സിനെ നമ്മൾ വിചാരിക്കുന്ന ആ മനുഷ്യനിലേക്ക് വന്നിട്ട് ആ മനുഷ്യൻ്റെ എല്ലാ ജൽപ്പനങ്ങളും ഉണ്ടായിട്ട് എല്ലാ കാമക്രോധ ലോപമോഹാദികളൊക്കെ ഉണ്ടായിട്ട് അതിനെ മാറ്റിമറിക്കാനായിട്ട് ഒപ്പം ആ ഭഗവാൻ, അതായത് ഇതെല്ലാം ഉണ്ട് എന്ന് കാണിച്ചിട്ടാണ് ഭഗവാൻ പിന്നീട് അനുഗ്രഹം കൊടുക്കുന്നതും ആ വില്വമംഗലത്തിൽ നിന്നും ആ ശ്രീകൃഷ്ണ കർണാമൃതം എന്നുള്ള ആ ഒരു ഭക്തിയുടെ പര്യായമായ ആ ഒരു എന്താ പറയുക ലേഖനം അല്ലെങ്കിൽ പുസ്തകം ഇറങ്ങിയത്. അതിന് തക്ക ഒപ്പം നിന്ന ആ ചിന്താമണി എന്ന ആ ഭക്ത ശിരോമണി, അങ്ങനെ തന്നെ പറയാം. അവരും മറ്റുള്ളതൊക്കെ എന്ത് തന്നെ ആയാലും അത് വലിയൊരു കാര്യമായിട്ടുള്ള കാര്യം. അങ്ങനെ എഴുത്താണിയുടെ താളമൊക്കെ നിലച്ചു, ഇരുവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് അപ്പോൾ പിന്നീട് മൂപ്പർക്ക് അവിടെ നിൽക്കാനുള്ളൊരു താല്പര്യമില്ല. ഭഗവാന്റെ കിട്ടിയല്ലോ, ഇനി തന്നിൽ ഒരുപാട് ചുമതലകളുണ്ട് എന്നൊക്കെ അപ്പോഴേക്കാണ് വില്വമംഗലത്തിന് ബോധം വന്നത്. അപ്പോൾ അതൊക്കെ ഒരു നിമിത്തമായി എന്ന് മാത്രം. ഈ ഇടയ്ക്കൊന്ന് വഴിമാറി സഞ്ചരിച്ചു വെച്ചാലും ആ ആത്മാവിൽ ആ സന്മാർഗത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചുവിടാൻ ചിന്താമണിക്ക് സൽബുദ്ധി കൊണ്ട് കാണിച്ചു, അതുകൊണ്ട് സാധിച്ചു എന്നാണ്. അങ്ങനെ ആ ഓല എഴുത്താണിയൊക്കെ അവിടെ വെച്ച് നോക്കുമ്പോൾ ചിന്താമണിയെ ഒന്ന് പ്രണമിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഒരു സാധാരണ സ്ത്രീയായിട്ടല്ല അദ്ദേഹത്തിന് തോന്നിയതേ. അങ്ങനെ അവിടുന്ന്
വിട പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ വിട പറഞ്ഞ്, അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിനപ്പുറം അദ്ദേഹത്തിൻ്റെ ആ ജന്മ ഉദ്ദേശം വേറെയാണെന്ന് തിരിച്ചറിഞ്ഞ് ചിന്താമണി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സ്വന്തം ഭർത്താവായിട്ട് അവിടെ കൂട്ടി ഇരുന്നാൽ മതിയല്ലോ. ഇതല്ല, തന്നിലും ആ വില്യമംഗലത്തിലുള്ള കഴിവുകൾ പുറം ലോകത്തിൽ എത്തണം, ആ ഭഗവത് ദർശനം മറ്റുള്ളവരിലേക്കും കൂടി എത്തണം എന്നുള്ള ആ ചിന്ത, ആ പതിവ്രത എന്ന് പറഞ്ഞ മാതിരി ആ ചിന്താമണിക്ക് ഉണ്ടായി. അപ്പോൾ അത് വലിയൊരു കാര്യമായി. അതുകൊണ്ട് അപ്പോൾ വിട പറഞ്ഞു പോവുക എന്നുള്ളതാണ്. അങ്ങനെ ചിന്താമണിയും പോരുകയാണ്. അതായത് വില്യമംഗലത്തിനെ യാത്രയാക്കാനായിട്ട് ഇങ്ങനെ പോരുന്നു. അങ്ങനെ പോരുമ്പോൾ താഴത്തെത്തി, മട്ടുപ്പാവുന്നൊക്കെ താഴെ വന്നു. അപ്പോൾ തലേ ദിവസം വന്ന ആ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഇവിടെ നോക്കിയപ്പോഴാണ് ശരിക്കും ഭഗവാന്റെ കളികൾ കാണുന്നത്. വലിയൊരു പാമ്പ്. അപ്പോൾ ആ പാമ്പിൻ്റെ മുകളിൽ പിടിച്ചിട്ട് കയറിയിട്ടാണ് ചിന്താമണിയുടെ മട്ടുപ്പാവിലേക്ക് ആ ഒരു എന്താ പറയുക, ആ സമയത്ത് ആ നട്ടപ്പാതിര നേരത്ത് അദ്ദേഹത്തിനുണ്ടായ ആ പൂർവ്വജന്മത്തിലെ ആ ഒരു കാര്യം. അപ്പോഴാണ് അയ്യോ ഇതാ എമ്മിലൊക്കെ പിടിച്ചാണോ ഞാൻ കയറിയിരുന്നത്. അപ്പോൾ ചിന്താമണിക്കും കാണിച്ചു കൊടുത്തു, ഞാൻ ഇതുമ്മിൽ പിടിച്ചിട്ടാണ്, ഞാൻ പിടിച്ച വള്ളി ഇതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പോരുമ്പോൾ പുഴയിൽ വന്നു. തലേദിവസം ആ മരത്തടിയിലാണല്ലോ പോയത്. അപ്പോൾ ആ മരത്തടി കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ നഗ്നരൂപമാണുള്ളത്. അത് കണ്ടു. അതിൻ്റെ അപ്പുറത്ത് കെട്ടിയിട്ട കയറോ അതൊരു മലമ്പാമ്പും. ചത്ത സ്ത്രീയുടെ നഗ്ന ശരീരവും ചത്ത മലമ്പാമ്പിൻ്റെ ആ ഒരു ശരീരമാണ്. ആ മലമ്പാമ്പിൻ്റെ ശരീരം കൊണ്ട് ഈ നഗ്ന സ്ത്രീയെ കെട്ടിയിട്ട്, അതായത് ആ സ്ത്രീയുടെ മുകളിൽ പിടിച്ചിട്ടാണ് ആ കര എത്തിയതെന്നർത്ഥം. ഇതൊക്കെ കണ്ടപ്പോൾ ആ ഭഗവാന്റെ തന്നിൽ അർപ്പിതമായ ആ കർമ്മത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ കാണിച്ചു തന്ന വഴികൾ ഓരോന്നായിട്ട് തനിക്ക് ബോധ്യപ്പെടുകയും, അതുപോലെ ചിന്താമണിക്കും പിന്നീടുള്ള ജീവിതകാലം ആ ചിന്താമണി വളരെ തികഞ്ഞ ഭക്തയായ ആദ്യം തന്നെയാണ് വീണ്ടും ആ എന്താ പറയുക ശിരോമണിയുടെ ആ ഓർമ്മകളും ആയിട്ട് അങ്ങനെ കാലം കഴിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വില്യമംഗലം യഥാർത്ഥ വില്യമംഗലമായിട്ട് തുടർന്ന് മാനവിക സേവയ്ക്ക് വേണ്ടിയിട്ട്, മാനവസേവ മാധവസേവ എന്ന് പറഞ്ഞ പോലെ അതിനു വേണ്ടിയിട്ട് ധാരാളം തന്നിൽ അർപ്പിതമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ അത്രയ്ക്കും എന്താ പറയുക, എത്ര കൊടൂരമായ ഹൃദയമുള്ളവനും അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റ് ചെയ്തവനാണെങ്കിലും അവസാനം ആ നാരായണൻ നമ്മളെ ആ മോക്ഷം തരാനായിട്ട് പല കർമ്മങ്ങളും എല്ലാം ആ മായക്കണ്ണനാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് മായക്കണ്ണൻ തന്നെയാണ്. പക്ഷേ പശ്ചാത്താപമൊക്കെ തോന്നുമ്പോൾ അതെല്ലാം മാറിക്കിട്ടും എന്നുള്ളതാണ് ഈ കഥകളൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും വില്യമംഗലത്തിൻ്റെ പൂർവ്വജന്മവും ആ അർപ്പിതമായ കർമ്മവും ഒക്കെ കേട്ടുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഒക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ പറ്റാവുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. എല്ലാവർക്കും എത്തട്ടെ. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എത്തട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.